അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ദേശമംഗലം ഗവൺമെന്റ് ഹൈസ്കൂളിലെ 1982-83 അധ്യയന വർഷത്തിലെ SSLC ബാച്ച് ചെറുതുരുത്തിയിൽ ഒത്തുചേർന്നു. വീണ്ടും ഒരു പൂക്കാലം എന്ന ടാഗ് ലൈനിൽ 41 വർഷം മുൻപേയുള്ള സ്മരണകൾ ഓർത്തെടുത്ത് ചിരിയും കളിയും കുസൃതികളുമായാണ് വീണ്ടും അവർ ഒത്തുകൂടിയത്. അഷ്റഫ് ദേശമംഗലം സംഗമം ഉദ്ഘാടനം ചെയ്തു. കാരണം സ്കൂളിന്റെ ഏതൊരു സ്പന്ദനങ്ങളിലും ചിലപ്പോൾ മാഷ് ഈ അടുത്ത കാലം വരെ മരണത്തിന്റെ അടുത്ത മാസങ്ങൾ വരെ ദേശമംഗലം സ്കൂളിൽ എത്തിയിട്ടുണ്ട്. ഏതൊരു വിഷയത്തിലും പൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്നതിലുപരി സ്കൂളിൽ നടക്കുന്ന ഒരുപാട് വിശേഷ പരിപാടികൾ ഉണ്ടാവാറുണ്ട്. അതിലൊക്കെ പ്രത്യേക ക്ഷണിതാവായിട്ടും അല്ലാതെയോ സംഘാടകനായിട്ടൊക്കെ ചെല്ലപ്പ മാഷ് എത്താറുണ്ട്. അദ്ദേഹത്തിന്റെ വിയോഗം എന്ന് പറഞ്ഞാല് എല്ലാ ഗുരുക്കന്മാരും നമുക്കൊക്കെ തുല്യരാണ്. പക്ഷെ കാണുമ്പോൾ തലോടിയിട്ടുള്ള വാത്സല്യപരമായിട്ടുള്ള ഒരു സമീപനമുണ്ട്. പഠിപ്പിക്കുന്ന കാലം പോലെ അല്ല പിന്നീട് നമ്മൾ ഈ അധ്യാപകരൊക്കെ കാണുമ്പോൾ മോനെ എന്നുള്ള വിളി, അതൊരു എന്താ പറയുക, വളരെ 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 ഹൃദയസ്പർശിയായ ഒരു വിളിയാണ്. നമ്മളോട് സൗഹൃദം ചോദിക്കും. ഇപ്പോൾ ഒരിക്കൽ എൻ്റെ കുടുംബത്തിലൊരു കുടുംബ സംഗമം, ഇപ്പോഴൊന്നല്ല, ഒരു 8-10 വർഷം മുമ്പേയാണ്. ആ കുടുംബ സംഗമം ഒരു ദിവസം ഫുള്ള് ഞങ്ങൾ കുടുംബസംഗമം നടത്തി. വീട്ടിൽ വെച്ചിട്ട് തന്നെ വലിയ സൗകര്യങ്ങളൊക്കെ ഒരുക്കി. അതിൽ ഓരോ സബ്ജക്റ്റുകളെ കുറിച്ചും വിഷയം അവതരിപ്പിക്കാൻ കുടുംബങ്ങളിൽ നിന്നുള്ള ആളുകളെ, ഓരോ മേഖലയിലും പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്, അവരെ ഒക്കെ ക്ഷണിച്ചപ്പോൾ വിദ്യാഭ്യാസ ക്ലാസ്, വരും തലമുറകൾക്ക്, ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വിദ്യാഭ്യാസ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് മാഷയെ ക്ഷണിച്ചു. അന്തരിച്ച മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്, സാഹിത്യകാരൻ MT വാസുദേവൻ നായർ, അധ്യാപകനായ ചെല്ലപ്പൻ മാസ്റ്റർ എന്നിവരെ അനുസ്മരിച്ചുകൊണ്ടാണ് സംഗമം ആരംഭിച്ചത്. സംഗമത്തിൽ 50-ൽ പരം അംഗങ്ങൾ പങ്കെടുത്തു. പരസ്പരം പരിചയം പുതുക്കൽ, കലാകായിക പരിപാടികൾ എന്നിവയ്ക്ക് പുറമെ വഞ്ചിയിലെ സവാരി തുടങ്ങി ഒട്ടനവധി വിനോദങ്ങളിൽ വാർദ്ധക്യത്തിന്റെ അവശതകൾ മറന്ന് ആഹ്ലാദത്തോടെ ആരവം മുഴക്കി അവർ പങ്കാളികളായി. പരിഭവം നെയ്യോടി വന്നു പാതി പിന്നി നീക്കവേ ഇതു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ എന്നെ അറിഞ്ഞില്ലല്ലോ, എന്നാദ്ര നയനങ്ങൾ തുടച്ചില്ലല്ലോ, എന്നാത്മവിഭജിത തന്ത്രികൾ നീട്ടിയ സ്പന്ദന ഗാനമൊന്നൊക്കെ പശുവും പോഞ്ഞു താവിരവായ ബന്ധോലത്തിലേക്കായ ഓർഗതോനെ രുചിക്കൂട്ടുകളെ ഓർത്തെടുക്കാൻ സംഗമത്തിൽ പങ്കെടുക്കുന്ന അംഗങ്ങൾക്ക് പരസ്പരം കൈമാറുന്നതിനു വേണ്ടി മധുരമൂറുന്ന പലതരം മിഠായികളുമായാണ് കൂട്ടായ്മ എത്തിയത്. മിനി ടീച്ചർ, സൂര്യകുമാർ, ഉഷാകുമാരി, ജയരാജ്, ബാബുരാജ്, രഘുനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിച്ച അംഗങ്ങൾക്ക് P. ഹംസ, T. A. വീരാൻ, മിനി ടീച്ചർ, സൂര്യകുമാർ എന്നിവർ ഉപഹാരം നൽകി അനുമോദിച്ചു. ഖദീജ കാരക്കാട്, മുംതാസ് പള്ളം, രവീന്ദ്രൻ ആറങ്ങോട്ടുകര, M. അബ്ദുൾ മജീദ്, രാമകൃഷ്ണൻ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ഒരു വർഷം മുൻപ് രൂപീകരിച്ച വീണ്ടും ഒരു പൂക്കാലം എന്ന ഗ്രൂപ്പാണ് രണ്ടാം ഒത്തുചേരലിന് വഴിയൊരുക്കിയത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ പഠിപ്പിച്ച ഗുരുനാഥന്മാരെ ആദരിക്കുകയും പഠിച്ചിറങ്ങിയ സ്കൂളിന് ആവശ്യമായ ഫർണിച്ചർ നൽകുകയും അർഹരായ സഹപാഠികൾക്ക് ചികിത്സാ സഹായവും കൂട്ടായ്മയിലെ അംഗങ്ങളുടെ മക്കൾക്ക് വിവാഹ ധനസഹായവും നൽകി അവരെ ചേർത്തു പിടിക്കുന്നതിലും ഈ കൂട്ടായ്മ മുൻഗണന നൽകുന്നു. റൈറ്റ് വിഷൻ ന്യൂസ്, ചെറുതുരുത്തി.
വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം. വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ 8 മുതൽ പ്രവർത്തിക്കുന്നു. മൂൺസ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, കിള്ളിമംഗലം, ഊതുവടി. ഫോൺ 8129005144.